ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഗെയിൻ. ഇന്ന് നമ്മൾ ഈ ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? അമ്മേൻ്റെ തറവാട്ടിലെ അവകാശമുള്ള ക്ഷേത്രത്തിൽ ഉത്സവമാണ്. അപ്പോൾ നാളത്തോടെ ഉത്സവം തീരും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മളൊന്ന് വീട്ടിലൊക്കെ തല കാണിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനാവശ്യമുള്ള ബേക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് കയറി. അങ്ങനെ അതൊക്കെ വാങ്ങി ബസ്സിലാണ് നമ്മൾ യാത്ര. കണ്ണന് ബസ്സിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ കുട്ടിപ്പട്ടാളൻസ് എല്ലാം നന്നിട്ടുണ്ടായിരുന്നു. മാമൻ്റെ മോളെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുഞ്ഞു ആവിയായിട്ടൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വീട്ടിൽ നിന്നൊന്ന് ജസ്റ്റ് കവർ ചെയ്തെടുത്തു. മുറ്റത്ത് നല്ല അടിപൊളിയായിട്ട് എക്സോറ പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ നാട്ടിൽ എന്ത് ഇതിന് പറയാന്ന് പറയണം കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതിന് ചെക്കിപ്പൂന്ന് പറയട്ടോ. തറവാട് വീടിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ക്ഷേത്രം. അതുകൊണ്ട് തന്നെ അവിടുന്ന് നേരെ പോയത് ക്ഷേത്രത്തിലേക്കാണ്. എനിക്ക് കാവിൽ പോവുക, ഉത്സവം കൂടുക, അതുപോലെ വീട്ടിലെ കുറേ ആൾക്കാരെല്ലാം റിലേറ്റീവ്സൊക്കെ വരുമല്ലോ, അവരെയൊക്കെ കാണുക ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു സംഭവമാണ് അത്. അങ്ങനെ കുറേ നേരം കാവിലൊക്കെ സമയമൊക്കെ ചിലവാക്കി. പിന്നെ ആസ് യൂഷ്വൽ പരിപാടി, കുറേ വഴിപാട് കഴിപ്പിക്കൽ, എണ്ണ കഴിപ്പിക്കൽ, അങ്ങനെ ഇങ്ങനെ. യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം എവിടെ പോയാലും ഇപ്പോൾ എനിക്ക് വീഡിയോഗ്രാഫി ഭയങ്കര ഇഷ്ടത്തോടെയാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് എടുക്കുന്നതെന്ന് അറിയണ്ടാവില്ല, പക്ഷേ ഒരുപാട് വീഡിയോസ് ഫുള്ളായിട്ടുണ്ടാവും ഫോണിൽ. കുറച്ച് നേരം അവിടെ നിന്ന് തെയ്യൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കണ്ടു. കോലം കെട്ടി തുള്ളുന്ന സമയത്തുള്ള തെയ്യത്തിൻ്റെയും അതുപോലെ അതിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ചെണ്ടക്കാരുടെ ഒരു എനർജി ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത വേറെ ലെവലാണ്. അതുപോലെ ഈ കാണുന്ന വിളക്ക് നമ്മൾ തറവാട്ടിൽ നിന്ന് കൊടുത്ത വിളക്കാട്ടാ. അത് ഈ ഉത്സവം തീരുന്നത് വരെ കെടാണ്ട് നമ്മളിങ്ങനെ കത്തിച്ചുകൊണ്ടേയിരിക്കണം. ഓരോ തെയ്യക്കോലത്തിനും വ്യത്യസ്തമായിട്ടുള്ള ഭംഗികളാണ് കേട്ടോ. ഇത് കുട്ടിച്ചാത്തൻ്റെ കോലമാണ്. കുട്ടിച്ചാത്തൻ, മന്നപ്പൻ, നാഗഭഗവതി, എടയിൽ ഭഗവതി, മുത്താച്ചി, പിന്നെ മുത്തപ്പൻ, പിന്നെ തിരുവപ്പൻ, പിന്നെ ഗുളികൻ തെയ്യം, കാരണവർ, അങ്ങനെ തുടങ്ങുന്ന ഒരു വലിയ ലിസ്റ്റ് തന്നെയാണ് ഈ കാവില് നമുക്ക് തെയ്യങ്ങളായിട്ട് കെട്ടിയടിക്കൽ. അങ്ങനെ കുറച്ചു നേരം തെയ്യങ്ങളൊക്കെ കണ്ട് കണ്ണിന് നല്ല ഉറക്കൊക്കെ വരാൻ തുടങ്ങി. പണ്ടെല്ലാം അടുത്ത് പോകാൻ പോയിട്ടൊന്ന് കൈവീശാൻ വരെ പേടിയായിരുന്നു എനിക്ക് തെയ്യങ്ങളെല്ലാം. ഇപ്പം നോക്കിയ കണ്ണനൊക്കെ എത്ര കൂളായിരുന്നു. നാഗഭഗവതീൻ്റെ മുടിയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. എത്ര നീളമുള്ള മുളയാണെന്നറിയോ? നമ്മളെ സംബന്ധിച്ച് ഒരു മുള ചെറുങ്ങനെ പൊക്കി ഒന്ന് മാങ്ങ പറിക്കാൻ പോലും നമുക്ക് പറ്റൂല. പക്ഷെ അവരത് ഹോൾഡ് ചെയ്യുന്ന ആ ഒരു കപ്പാസിറ്റി. അങ്ങനെ കുറച്ചു നേരം തെയ്യൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ നമ്മൾ പ്രസാദ സദ്യയിലോട്ട് തിരിഞ്ഞു. ഈ അമ്പലത്തിലെല്ലാം കിട്ടുന്ന സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ വീട്ടിൽ എത്ര തേങ്ങ അരച്ച് വറുത്ത് വെച്ചാലും ഈ ഒരു രുചി കിട്ടൂല. സദ്യ കഴിക്കുന്നതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് മലരും അതുപോലത്തെ കുറച്ച് പ്രസാദമൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ സദ്യയൊക്കെ കഴിച്ച് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് മെല്ലനെ വീട്ടിലേക്ക് സ്കൂട്ടായി. ഇത്തവണത്തെ വിഷുവിൻ്റെ പർച്ചേസിൽ കുറച്ച് കാര്യങ്ങൾ പെൻഡിങ് ആയതുകൊണ്ട് തന്നെ തിരിച്ചു പോകുന്ന വഴിയിൽ നമ്മൾ അതും കൂടി അങ്ങ് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിയിൽ നമ്മൾ നേരെ കയറിയത് സൂപ്പർ മാർക്കറ്റിലോട്ടായിരുന്നു. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഡ്രസ്സ് എടുക്കാനും കൂടി അങ്ങ് കയറി. ഇത്തവണ വിളമേൻ്റെ വിഷു നമ്മളെ കൂടെ ആയതുകൊണ്ട് തന്നെ വിളമക്ക് ഒരു കോടി എടുക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. അങ്ങനെ മൂപ്പർക്ക് ഒരു കോടിയെടുത്ത് നമ്മൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. കൂടാതെ ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയ്ക്കുള്ള വിശേഷം വീണ്ടും കാണാം. ബൈ.